സംസ്ഥാന പദവി ആവശ്യപ്പെട്ട ലഡാക്കിൽ വൻ സംഘർഷം 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. 70-ലേറെ പേർക്ക് പരുക്കേറ്റു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി. BJP ഓഫീസിനും CRPF വാഹനത്തിനും പ്രക്ഷോഭകർ തീയിട്ടു. സംഘർഷത്തിന് പിന്നാലെ സമര നേതാവ് സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രധാന നഗരമായ ലേയിൽ പ്രക്ഷോഭകർ തെരുവിലിറങ്ങി പോലീസുമായി ഏറ്റുമുട്ടി. കല്ലേറുണ്ടായി. പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. CRPFന്റെ വാഹനത്തിനും BJP ഓഫീസിനും പ്രക്ഷോഭകർ തീയിട്ടു. സമാധാനത്തിന്റെ പാതയെക്കുറിച്ചുള്ള തന്റെ സന്ദേശം പരാജയപ്പെട്ടുവെന്ന് സോനം വാങ്ചുക്. हम शांति के ही रास्ते से सरकार को कहें और सरकार भी मैं चाहता हूं कि शांति के संदेश को सुने. जब वो शांति को अनसुनी कर दें, एक बार अनशन, 2 बार अनशन, 5 बार तक अनशन करे, कोई ले से दिल्ली तक पैदल चले आए शांति से. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി നിരാഹാര സമരം നടന്നുവരികയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. സംഘർഷങ്ങളെ തുടർന്ന് ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 6-ന് ലേ അപെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അംഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. 24 ഡൽഹി. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി വിനീത VG ഉണ്ട്. വിനീത, ഇത് കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നു വന്നിരുന്ന സമരമാണ്. പക്ഷേ ഇന്ന് സമരം അക്രമാസക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലിപ്പോൾ 4 പേർ കൊല്ലപ്പെട്ട് ഒട്ടേറെ പേർക്ക് പരുക്കുണ്ട് എന്ന വിവരം. സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. അക്രമത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലഡാക്കിൽ ലേയിലുമൊക്കെ സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരപരിപാടികളും ഒക്കെ തന്നെ നടന്നു വന്നിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതാദ്യമായാണ് ആ പ്രതിഷേധങ്ങൾ ഇത്രയ്ക്ക് അക്രമാസക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 14 ദിവസമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ അവിടെ നിരാഹാര സമരം പുരോഗമിക്കുകയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധമാണ് പിന്നീട് വലിയൊരു പ്രക്ഷോഭത്തിലേക്കും ഒപ്പം തന്നെ അക്രമത്തിലേക്കും ഒരു വഴിവെച്ച സാഹചര്യമാണ് ഇന്നുണ്ടായിരുന്നത്. ഇന്ന് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയാണ് ഈ ലഡാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഈ ലേ എന്ന് പറയുന്നത്. ഈ ലേ നഗരത്തിൽ ഈ പ്രതിഷേധക്കാർ ആ മേഖലകളിലേക്ക് എത്തുകയും അവർ പോലീസിന് നേരെ കല്ലെറിയുകയും ഒപ്പം തന്നെ പോലീസ് തിരിച്ച് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പോലീസും ഈ പ്രക്ഷോഭകരും തമ്മിൽ പ്രക്ഷോഭകർ തെരുവിലേക്ക് ഇറങ്ങിയതോടുകൂടി പോലീസ് അവരെ തടയാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. അതാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ തന്നെ മാറിയത്. പിന്നീട് ഈ പ്രക്ഷോഭകർ അവിടെയുള്ള ഒരു BJP ഓഫീസിനെ തീയിടുകയും ഒപ്പം തന്നെ CRPFന്റെ ഒരു വാൻ കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തകർക്ക് നേരെ, ഈ അപെക്സ് ബോഡിയുടെ യുവജന സംഘത്തിന്റെ പ്രവർത്തകർക്കൊക്കെ നേരെ പോലീസ് ലാത്തി ചാർജ് ഒക്കെ തന്നെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരത്തുകളിൽ ഈ ലേ നഗരത്തിൽ ആകമാനം ഒരു വലിയ പ്രക്ഷോഭം തന്നെയാണ് ഇന്ന് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള മാർച്ചുകൾക്കോ റാലികൾക്കോ ഒന്നും ഇനി അനുവാദം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ അക്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ സോനം വാങ്ചുക് അദ്ദേഹം നടത്തി വന്നിരുന്ന നിരാഹാര സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ശരി, ലഡാക്കിൽ 4 മരണം സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള സമരമാണ്. അതിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.